ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകാല് തരിക്കുന്നതിനെ കുറിച്ചാണ് സംശയം ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള മരുന്നാണ്. നമുക്ക് ഈ ഒരു സംഭവം പല കാരണങ്ങൾ കൊണ്ടും ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഉറങ്ങി എഴുന്നേക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈ തരിക്കുക അല്ലെങ്കിൽ കാല് തരിക്കുക, തരിച്ചിട്ട് പിന്നെ അത് കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു സംഭവം വരും. അതിനെ പറയാം പരസ്തേഷ്യ എന്ന് പറയാം സംഭവത്തിന്. അതിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ പലർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങനെ കാലനക്കാൻ പറ്റാണ്ടിരിക്കുക. അതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമുക്കൊരു മൂവ്മെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടെ രക്തോട്ടം നന്നായി നടക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഞരമ്പുകൾ രക്തം എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ശരീരം ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സംഭവിക്കാറ് സാധാരണ. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് കുറേ സമയം ഇരുന്നിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ ആ ഭാഗത്ത് കൂടെയുള്ള രക്തോട്ടം വളരെയധികം കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ചില സമയത്ത് അതിൽ പോകുന്ന ഞരമ്പുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ട് നമുക്ക് രക്തം അങ്ങോട്ട് എത്താത്ത ഒരു സിറ്റുവേഷൻ വരും. അത് പല കണ്ടീഷൻസ് ഉണ്ട്. ചിലതിപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ രീതിയിൽ ഇപ്പോൾ അയാൾ ഒരേ രീതിയിലുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിനൊരു കാർബോർഡിൽ വരുന്ന സാധനങ്ങൾ ഇറക്കി വെക്കലാണ് പുള്ളിയുടെ പണി. അപ്പോൾ അത് ആ ഒരു പൊസിഷനിൽ സാധനം എടുത്ത് ഇറക്കി വെക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് വരാവുന്നൊരു അസുഖമാണ് ഈ വർക്ക് ഹാൻഡ് സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു നെർവുണ്ട്, തലച്ചോറിന്ന് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു നെർവ്, അതിൻ്റെ പേരാണ് അൾനാർ നെർവ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി സിമ്പിളായിട്ട് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ ചമരമൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഉപ്പുറ്റിയുടെ ഈ ഭാഗം കൊണ്ട്, ഉപ്പുറ്റി എന്നല്ല പറയുക, ഈ ആംഗിളിൻ്റെ ഈ ഭാഗം കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു തരിപ്പ് പോലെ വരും വിരലുകൾക്കൊക്കെ. അത് ഈ അൾനാർ നെർവുമിൽ എന്തെങ്കിലും തട്ടുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ അൾനാർ നെർവിന് ചെറിയ തകരാറ് സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കുന്ന ഉറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ തലക്കാണ് ഇങ്ങനെ പൊതിച്ചിട്ട്, ഞാനൊക്കെ അങ്ങനെ ഉറങ്ങുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ ഈ നെർവ് തിരുന്ന് കംപ്രസ്സായിട്ടിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തകരാറ് വന്നേക്കാം. അങ്ങനെ സംഭവിക്കാം. പിന്നെ ചില ആളുകൾക്ക് ഓഫീസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അവർക്ക് വരാവുന്ന സാധാരണ കാർപ്പൽ ടണൽ സിൻഡ്രോം. ഈ ഭാഗത്തുള്ള ഞരമ്പ് മീഡിയൻ നെർവ് എന്നതിനെ പറയാം, അതിന് തകരാറ് പറ്റാം. ഈ കമ്പ്യൂട്ടറൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മൊബൈൽ അധികമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾക്കുണ്ടായിരിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂറോപ്പതി, ഞരമ്പുകളുടെ നാശം. പിന്നെ അല്ലെങ്കിൽ ഈ സെർവിക്കൽ സ്പോണ്ടിലോലൈസിസ് ഒക്കെ പോലുള്ള അസുഖങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു സംഭവം ഉണ്ടാവാം. പക്ഷേ ഇത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലൊക്കെ തരിപ്പെത്തുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഡോക്ടറെ കാണിക്കൽ നിർബന്ധമാണ്. അതല്ലാതെ ജസ്റ്റ് ഒന്ന് വന്നു പോകുന്ന സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ന്യൂറോപ്പതി കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കഴിക്കാവുന്ന 2 മരുന്നാണ്. ഒന്ന് ദൈതാണ് മെത്തിക്കോബാൽ, പിന്നെ ദൈത് ന്യൂറോബയോൺ. ഈ രണ്ടും നമുക്ക് എല്ലാ ഫാർമസിയിൽ നിന്നും കിട്ടും, അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇത് രണ്ടും, ഇത് വൈറ്റമിൻ B1, B6, B12 ആണ് ഒന്ന്, മറ്റത് B12 മാത്രം കോൺസെൻട്രേറ്റഡ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് 2 നേരം വെച്ച് കഴിക്കുക, വേദന ഒക്കെ കുറയും, ഞരമ്പ് ശരിയായിട്ട് രീതിയിൽ രക്തോട്ടം നടക്കുമ്പോൾ ഈ ഒരു സംഭവം ശരിയാവും. ഓക്കെ, താങ്ക് യു.